വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 28 അധ്യായത്തിൽ പ്രവാചകൻ ടയറിന്റെ പ്രഭുവിനെതിരായ വിധി, ടയറിന്റെ രാജാവിനെതിരായ വിലാപം, സീദോനിനെതിരായ ശിക്ഷ, ഇസ്രായേലിന്റെ പുനഃസ്ഥാപന വാഗ്ദാനം എന്നിവ പ്രവചിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം അവരുടെ ദേശത്ത് സുരക്ഷിതമായി പുനഃസ്ഥാപിക്കും. ശത്രുക്കൾ ഇനി അവരെ പീഡിപ്പിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും. എസെക്കിയേൽ 28 അധ്യായം 25 തിരുവചനം. എസെക്കിയേൽ 29 അധ്യായം മിസ്രയീമിനെ, അതായത് ഈജിപ്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധി പ്രഖ്യാപനമാണ്. ഈ അധ്യായത്തിൽ ഈജിപ്തിന്റെ അഹങ്കാരം, ഇസ്രായേലിനെ വഞ്ചിച്ച അവസ്ഥ, അതിനുശേഷമുള്ള ശിക്ഷയും പുനഃസ്ഥാപന കാലത്തേക്കുള്ള പ്രവചനവും വിവരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എന്റേതാണ്, ഞാനാണത് നിർമ്മിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും. എസെക്കിയേൽ 29 അധ്യായം 3-4 തിരുവചനങ്ങൾ. എസെക്കിയേൽ 30 അധ്യായം ഈജിപ്തിനും അതിന്റെ സഖ്യരാജ്യങ്ങളായ കുഷ്, അതായത് എത്യോപ്യ, പൂത്ത്, ലൂദ്, അതായത് പടിഞ്ഞാറെ ടർക്കി, അറേബ്യ, ലിബിയ എന്നിവർക്കെതിരെയുള്ള ദൈവത്തിന്റെ വിധിയുടെ ദിവസമെന്ന വലിയ നാശപ്രഖ്യാപനമാണ്. മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വെച്ച് കിട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവന്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. 21-22 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.